ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയും അതുകൂടാതെ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമ ഏതാണെന്ന് നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളൂ. നമ്മുടെ മലയാളത്തിൽ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ മഞ്ഞുമ്മൽ ബോയ്സ് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 240-250 കോടിക്ക് അടുത്ത് ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുണ്ട് വേൾഡ് വൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ മാത്രം ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയാണെന്ന് നോക്കാം. മാർച്ച് മാസം 4 തീയതിയാണെന്ന്. അപ്പോൾ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 സിനിമകളാണെന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു റൊമാൻറ്റിക് ഡ്രാമയെ പാത്രപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ടർട്ടിൽസ് ഓൾ ദ വേ ഡൗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതലേ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്, ഹൊറർ ത്രില്ലർ പാത്രപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. അജയ് ദേവ്ഗൻ, ജ്യോതികയും അതുപോലെ തന്നെ നമ്മുടെ മാധവൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു ഷെയ്ത്ത എന്ന് പറഞ്ഞ സിനിമ. വാഷ് എന്ന് പറഞ്ഞ ഗുജറാത്തി മൂവിയുടെ റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. തിയേറ്ററിൽ മികച്ചൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ഷെയ്ത്ത എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇപ്പോൾ മുതൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വാഷ് എന്ന് പറഞ്ഞ സിനിമ അതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നു. ഗുജറാത്തി ഭാഷയിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഷമാരൂമി OTT പ്ലാറ്റ്ഫോമിലാണ് ആ സിനിമ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 സിനിമകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇത് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് റോമിയോ എന്ന് പറഞ്ഞ സിനിമയാണ്. വിജയ് ആൻ്റണി പ്രധാന വേഷം കൈകാര്യം തിയേറ്ററിൽ എന്താ പറയുക, ഏകദേശം ഒരു 15 കോടിയോളം കളക്ഷൻ നേടിയ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു വിജയ് ആൻ്റണിയുടെ റോമിയോ എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴായിരുന്നു ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ആഹാ തമിഴിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. മെയ് മാസം 10 തീയതി ഈ ഒരു സിനിമ റോമിയോ എന്ന് പറഞ്ഞ സിനിമ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതായിരുന്നു. മെയ് മാസം 9 തീയതി ഈ സിനിമ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ളത് റൂമേഴ്സ് ആയിരുന്നു. പല സൈറ്റുകളിലും എന്താ പറയുക OTT അപ്ഡേറ്റുകൾ വരുന്ന പല സൈറ്റുകളിലും ഈ സിനിമയുടെ OTT റിലീസ് മെയ് മാസം 9 തീയതി എന്നുള്ളത് അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ആമസോണിൻ്റെ ഭാഗത്ത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. സാധാരണ തിയേറ്റർ റിലീസ് ചെയ്ത് ഒരു 30 ദിവസത്തിനുള്ളിൽ ആമസോൺ പ്രൈം OTT റിലീസ് ചെയ്യിക്കാറുണ്ട്. അത് പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ആണെങ്കിൽ, വിജയിച്ച സിനിമകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതും അതുപോലെ വരാനാണ് ചാൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ മെയ് 9 തീയതി വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം തിയേറ്ററിൽ ഇപ്പോഴും നല്ല റണ്ണിങ് ഉള്ള സിനിമയാണ്. നല്ല കളക്ഷൻ നേടി ഓരോ ദിവസവും എല്ലാ ദിവസവും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ആവേശം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ എന്തായാലും ഒരു 10-45 ദിവസത്തിന് ശേഷം OTT റിലീസ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഏകദേശം 200 കോടിക്ക് അടുത്ത് തന്നെ ഈ ഒരു സിനിമ കളക്ഷൻ നേടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.